ഗുണാനുവാദാൽ പുമാൻ വിരജ്യേത വിനാ പശുഘ്നാൽ പിതാമഹാമേ സമരേ മരഞ്ജേർ ദേവവ്രതാദ്യാതിരഥൈസ്തിമിംഗിലൈ ദുരത്തേയം കൗരവ സൈന്യസാഗരം കൃത്വാദരൻ വത്സപദം സ്മയൽപ്ലവാ ദ്രൗണ്യസ്ത്ര വിപ്ലുഷ്ടമിതം മദംഗം സന്താനബീജം കുരു പാണ്ഡവാനാം യുഗോപകുക്ഷിംഗത ആത്തചക്രോ മാതുശ്ചമേയ ശരണംഗതായ വീര്യാണി തസ്യാഖിലദേഹഭാജ്യാം അന്തർബഹി പൂരുഷകാലരൂപൈ പ്രയച്ഛതോ മൃത്യുമുദാമൃതം ച മായാമനുഷ്യസ്യ വദസ്വ വിദ്വൻ രോഹിണ്യാസ്തനയ പ്രോക്തോ രാമസംഘർഷണസ്ത്വയാ ദേവക്യാ ഗർഭസംബന്ധ കുതോ ദേഹാന്തരം വിനാ കസ്മാൻ മുകുന്ദോ ഭഗവാൻ പിതുർഗേഹാത് വ്രജം ഗത ക്വ സംജ്ഞാതിഭിः സാർദ്ധം കൃതവാൻ സാത്വതാംബതി വ്രജേ വസൻ കിമകരോൻ മധുപുര്യാം ച കേശവ ഭ്രാതരം ചാവധീൽ കംസം മാതുരദ്ധാതദർഹണം ദേഹം മാനുഷമാശ്രിത്യ കതിവരുഷാണി വൃഷ്ണിഭിः യദുപുര്യാം സഹാവാൽസീൽ പത്ന്യകത്യഭവൻ പ്രഭോ ഏതദന്യച്ച സർവം മേ മുനേ കൃഷ്ണവിചേഷ്ടിതം വക്തുമർഹസി സർവജ്ഞ ശ്രദ്ധധാനായ വിസ്തൃതം നൈഷാതിദുസ്സഹാക്ഷുന്മാം ത്യക്തോദമപി ബാധതേ പിബന്ധം ത്വന്മുഖാംഭോജച്യുതം ഹരികഥാമൃതം സൂത ഉവാച ഏവം നിശമ്യ ഭൃഗുനന്ദന സാധുവാദം വയ്യാസകിസ്സ ഭഗവാനഥ വിഷ്ണുരാദം പ്രത്യർച്ച്യ കൃഷ്ണചരിതം കലികൽമഷഘ്നം വ്യാഹർത്തുമാരഭത ഭാഗവത പ്രധാന ശ്രീശുക ഉവാച സമ്യക് വ്യവസിതാ ബുദ്ധി തവ രാജഋഷി സത്തമാ വാസുദേവ കഥായാം തേ യജ്ഞാതാ നൈഷ്ഠികീരതി വാസുദേവ കഥാ പ്രശ്ന പുരുഷാം സ്ത്രീൻ പുനാദിഹി വക്താരം വൃക്ഷകം ശ്രോതൃം സ്ഥൽപാദസലിലം യഥാ ഭൂമിർദൃപ്ത നൃപവ്യാജ ദൈത്യാനീക ശതായുധൈ ആക്രാന്ത ഭൂരിഭാരേണ ബ്രഹ്മാണം ശരണം യയൗ ഗൗർഭൂത്വാശ്രുമുഖീ ഖിന്ന ക്രന്ദന്തി കരുണം വിഭോ ഉപസ്ഥിതാന്തികേ തസ്മൈ വ്യസനം സ്വമവോചത ബ്രഹ്മാതതുപധാര്യാഥ സഹദേവൈസ്തയാ സഹ ജഗാമസത്രിനയനസ്ഥീരം ക്ഷീരപയോനിധേ തത്ര ഗത്വാ ജഗന്നാഥം ദേവദേവം വൃഷാകപിം പുരുഷം പുരുഷസൂക്തേന ഉപതസ്ഥേ സമാഹിത ഗിരം സമാധൗ ഗഗനേ സമീരിതാം നിശമ്യവേധാസ്ത്രിദശാനുവാചഃ ഗാം പൗരുഷീം മേ ശൃണുതാമരാ പുനർവിധീയതാമാശു തഥൈവ മാചിരം പുരൈവ പുംസാവധൃതോധരാജ്വരോ ഭവദ്ഭിരം ശൈരീദുഷു ഉപജന്യതാം സയാവതുർവ്യാഭരമീശ്വരേശ്വര സ്വകാലശക്തിയാ ക്ഷവയം ചരേദ്ഭുവി വസുദേവ ഗൃഹേ സാക്ഷാൽ ഭഗവാൻ പുരുഷപര ജനിഷ്യതേ തൽപ്രിയാർത്ഥം സംഭവന്തു സുരസ്ത്രിയ വാസുദേവ കലാനന്ദ സഹസ്രവദന സ്വരാട് അഗ്രതോ ഭവിതാ ദേവോ ഹരേ പ്രിയചികീർഷയ വിഷ്ണോർമായാ ഭഗവതി യയാ സമ്മോഹിതം ജഗൽ ആദിഷ്ടാ പ്രഭുണാംശേന കാര്യാർത്ഥേ സംഭവിഷ്യതി ശ്രീശുക ഉവാച ഇത്യാദിശ്യാമരഗണാൻ പ്രജാപതിപതിർവിഭു ആശ്വാസ്യ ച മഹീംഗീർഭിः സ്വധാമ പരമയ്യയൗ ശൂരസേനോ യദുപതിർമധുരാമാവസൻ പുരീം മാധുരാൻ ശൂരസേനാംശ്ച വിഷയാൻ ബുഭുജേ പുരാ രാജധാനി തതസ്സാ ഭൂൽ സർവയാദവ ഭൂഭുജ്യാം മധുരാ ഭഗവാൻ യത്രാ നിത്യം സന്നിഹിതോ ഹരി തസ്യാന്തു കരിഹിജിച്ഛൗരിർവസുദേവ കൃതോദ്വഹ ദേവക്യാ സൂര്യയാ സാർദ്ധം പ്രയാണേ രഥമാരുഹൽ ഉഗ്രസേന സുത കംസസ്വസു പ്രിയചികീർഷയാ രശ്മീൻ ഹയാനാം ജഗ്രാഹ രൗക്മയീ രഥശതൈർവൃത ചതുശതം പാരിബരിഹം ഗജാനാം ഹേമമാലിനാം അശ്വാനാം അയുധം സാർദ്ധം രഥാനാം ച ത്രിഷട്ശതം ദാസീനാം സുകുമാരീണാം ദ്വേഷതേ സമലങ്കൃതേ ദുഹിത്രേ ദേവകപ്രാദാദ്യാനേ ദുഹിതവത്സല ശംഖദൂര്യ മൃദംഗാഷ്ടനേതുർദുന്ദുഭയസമം പ്രയാണ പ്രക്രമേ താവത് വരവദ്ധോ സുമംഗളം പഥിപ്രഗ്രഹിണം കംസമാഭാഷ്യാഹ ശരീരവാക് അസ്യാസ്ത്വാമഷ്ടമോ ഗർഭോ ഹന്തായാം വഹസേ ബുധ ഇത്യുക്തഃ സകലപാപോ ഭോജ്യാനാം കുലപാംസന ഭഗിനീം ഹന്തുമാരബ്ധ ഖഡ്ഗപാണി കചേ ഗൃഹീൽ തം ജുഗുപ്സിത കർമാണം നൃശംസം നിരപത്രവം വസുദേവോ മഹാഭാഗ ഉവാച പരിസാന്ത്വയൻ വസുദേവ ഉവാച ശ്ലാഘനീയ ഗുണശൂരൈർഭവാൻ ഭോജേശസ്കര സകഥം ഭഗിനീം ഹന്യാൽ സ്ത്രിയമുദ്വാഹ പർവണി മൃത്യുർജന്മവതാം വീര ദേഹേന സഹ ജായതേ അദ്യവാദ്ശതാം ദേവ മൃത്യുർവൈ പ്രാണിനാം ധ്രുവ ദേഹേ പഞ്ചത്വമാപന്നേ ദേഹീ കർമാനുഗോവശ ദേഹാന്തരമനുപ്രാപ്യ
പ്രാക്തനം ത്യജതേവ വ്രജം തിഷ്ഠൻ പദൈകേന യഥൈവൈകേന ഗച്ഛതി യഥാ തൃണജളൂകൈവം ദേഹി കർമ്മഗതിം ഗത സ്വപ്നേ യഥാ പശ്യതി ദേഹമീദൃശം മനോരഥേന അഭിനിവിഷ്ടചേതന ദൃഷ്ടശ്രുതാഭ്യാം മനസാ അനുചിന്തയൻ പ്രപദ്യതയതൽ കിമപി ഹ്യപസ്മൃതി യതോ യതോ ധാവതി ദൈവചോദിതം മനോവികാരാത്മകമാപ പഞ്ചസു ഗുണേഷു മായാർജിതേഷു ദേഹ്യസൗ പ്രപദ്യമാനസഹ തേന ജ്ഞായതേ ജ്യോതിര്യഥൈവോദക പാർത്ഥിവേഷ്വദ സമീരവേഗ അനുഗതം വിഭാവ്യതേ ഏവം സ്വമായാർജിതേഷ്വസൗ പുമാൻ ഗുണേഷു രാഗ അനുഗതോ വിമുഹ്യതി തസ്മാന്ന കസ്യചിൽ ദ്രോഹമാചരേൽ സ തഥാവിധ ആത്മനക്ഷേമം അന്വിച്ഛൻ ദ്രോഭ്രുവൈ പരതോ ഭയം ഏഷാ തവ അനുജാ ബാല കൃപണാപുത്രികോപമാ ഹന്തുന്നാരിഹസി കല്യാണീമിമാം ത്വം ദീനവത്സല ശ്രീശുക ഉവാച ഏവം സ സാമഭിർഭേദൈർബോധ്യമാനോപി ദാരുണ നന്യവർത്തത കൗരവ്യ പുരുഷാദാനൂവ്രത നിർബന്ധം തസ്യ തം ജ്ഞാത്വാ വിചിന്യ അനകദുന്ദുഭി പ്രാപ്തം കാലം പ്രതിവ്യോഢുമിദം തത്രാന്വപദ്യത മൃത്യുർ ബുദ്ധിമതാപോഹ്യോ യാവത് ബുദ്ധിബലോദയം യദ്യസൗ നിവർത്തയത നാപരാധോസ്തി ദേഹിന പ്രദായ മൃത്യവേ പുത്രാൻ മോചയേ കൃപണാമിമാം സുതാമേ യദി ജായേരൻ മൃത്യുർവാനം മ്രിയേതചേൽ വിപര്യോ വാകിന്നസ്യാൽ ഗതിർധാതുർദുരത്യയ ഉപസ്ഥിതോ നിവർത്തയത നിവർത്ത പുനരാപതയൽ അഗ്നേര്യഥാ ദാരുവിയോഗയോഗയോരദൃഷ്ടതോന്യം നിമിത്തമസ്തി ഏവം ഹി ജന്തോർവി ദുർവിഭാവ്യ ശരീര സംയോഗ വിയോഗ ഹേതു ഏവം വിമർശ്യതം പാപം യാവദാത്മനിദർശനം പൂജയാമാസ വൈശൗരിർ ബഹുമാന പുരസ്സരം പ്രസന്നവദനാം ഭോജ്യോ നൃശംസം നിരപത്രവം മനസാ ദൂയമാനേന വിഹസന്നിതമബ്രവീൽ വസുദേവ ഉവാച നഹ്യസ്യാസ്തേ ഭയം സൗമ്യ യദ്വാഗാഹ ശരീരിണി പുത്രാൻ സമർപ്പയിഷ്യസ്യ യതസ്തേ ഭയമുദ്ധിതം ശ്രീശുക ഉവാച സുസുർവധാൻ നിവൃതേ കംസസ്തദ്വാക്യസാരവിൽ വസുദേവോപിതം പ്രീത പ്രശസ്യ പ്രാവിശദ്ഗൃഹം അഥ കാല ഉപാവൃത്തെ ദേവകീ സർവദേവതാ പുത്രാൻ പ്രസുഷുവേ ചാഷ്ടൗ കന്യാം ജൈവ അനുവത്സരം കീർത്തിമന്തം പ്രഥമജം കംസായ അനകദുന്ദുഭി അർപ്പയാമാസ കൃച്ഛ്രേണ സോനൃതാദതി വിഹ്വല കിം ദുസ്സഹം തു സാധൂനാം വിദുഷാം കിമപേക്ഷിതം കിമകാര്യം കദര്യാണാം ദുസ്തിജം കിം ധൃതാത്മനാം ദൃഷ്ട്വാ സമത്വം തച്ഛൗരേ സത്യേ ചൈവ വ്യവസ്ഥിതിം കംസസ്തുഷ്ടമനാരാജൻ പ്രഹസന്നിതമബ്രവീൽ പ്രതിയാതു കുമാരോയം നഹ്യസ്മാദസ്തി മേ ഭയം അഷ്ടമാദ്യുവയോർഗർഭാൻ മൃത്യുർമേ വിഹിതഃ കില തഥേതി സുതമാദായ യാവാനകദുന്ദുഭി നാഭ്യനന്ദത തദ്വാക്യമസതോജിതാത്മന നന്ദാദ്യായേ വ്രജേ ഗോപായാശ്ചാമീഷാം ച യോഷിത വൃഷ്ണയോ വസുദേവാദ്യ ദേവക്യാദ്യായ ദുസ്ത്രിയ സർവേ വൈ ദേവതാ പ്രായ ഉഭയോരപി ഭാരത ജ്ഞാതയോ ബന്ധു സുഹൃദോ യേ ച കംസമനുവ്രത ഏതൽ കംസായ ഭഗവാൻ ശംസാഭ്യേത്യ നാരദ ഭൂമേർഭാരായമാണാനാം ദൈത്യാനാം ച വധോദ്യമം ഋഷേർവിനിർഗമേ കംസോ യദൂന്മത്വാ സുരാനിധി ദേവക്യാ ഗർഭസംഭൂതം വിഷ്ണും ച സ്വവധം പ്രതി ദേവകീം വസുദേവം ച നിഗൃഹ്യ നികടൈർഗൃഹേ ജാതം ജാതമഹൻപുത്രം തയോരജനശങ്കയ മാതരം പിതരം ഭ്രാതൃൻ സർവാംസ സുഹൃദസ്തഥാ ഘനന്ദിഹ്യ സുതൃപോലുബ്ധ രാജാന പ്രായശോ ഭുവി ആത്മാനമിഹ സഞ്ജാതം ജാനൻ പ്രാഗ് വിഷ്ണുനാ ഹതം മഹാസുരം കാലനേമിം യദുഭിസ്സവ്യരുദ്ധ്യത ഉഗ്രസേനം ച പിതരം യദുഭോജ്യാന്ധകാധിപം സ്വയം നിഗൃഹ്യ ബുഭുജേ ശൂരസേനാൻ മഹാബല ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹസ്യം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ശ്രീകൃഷ്ണാവതാരോപക്രമേ പ്രഥമോധ്യായ ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ. ദേവകി ഗർഭഗതനായ ഭഗവാനെ ദേവാദികളെല്ലാം വന്ന് അഷ്ടമി രോഹിണി നാളിന്റെ തലേദിവസം സ്തുതിക്കുന്നതായ ദേവസ്തുതിയാണ് ഇനി. അഥ ദ്വിതീയോധ്യായ ശ്രീശുക ഉവാച പ്രലംബകചാണൂരതൃണാവർത്തമഹാശനൈ മുഷ്ടികാരിഷ്ടദ്വിധഭൂതനാകേശിധേനുകൈ അന്യേശ്ചാസുരഭൂപാലൈർബാണഭൗമാദിഭിര്യുത യദൂനാം കദരം ചക്രേ ബലീമാഗധ സംശ്രയ തേ പീഡിതാനി വിവിശു കുരുപഞ്ചാലകേകയാൻ സാൽവാൻ വിദർഭാൻ നിഷധാൻ വിദേഹാൻ കോസലാനപി ഏകേതമനുരുന്ധാനാജ്ഞാതയ പര്യുപാസതേ ഹതയ ഷട്സു ബാലേഷു ദേവകിയ ഔഗ്രസേനിന സപ്തമോ വൈഷ്ണവന്ധാമായമനന്തം പ്രചക്ഷതേ ഗർഭോ ബഭൂവ ദേവക്യാ ഹർഷശോക വിവർധന ഭഗവാനപി വിശ്വാത്മാ വിദിത്വാ കംസയം ഭയം യദൂനാം നിജനാഥാനാം യോഗമായാം സമാദിശൽ ഗച്ഛദേവി വ്രജം ഭദ്രേ
ഗോപഗോഭിരലങ്കൃതം രോഹിണീ വസുദേവസ്യ ഭാര്യാസ്തേ നന്ദഗോകുലേ അന്യാശ്ച കംസസംവിഘ്നാ വിവരേഷു വസന്തിഃ ദേവക്യാ ജഠരേ ഗർഭം ശേഷാഖ്യം ധാമ മാമകം തൽസന്നികൃഷ്യ രോഹിണ്യ ഉദരേ സന്നിവേശയ അഥാഹമംശഭാഗേന ദേവക്യാ പുത്രതാം ശുഭേ പ്രാപ്സ്യാമി ത്വം യശോദായാം നന്ദപത്ന്യാം ഭവിഷ്യസി അർച്ചിഷ്യന്തി മനുഷ്യാസ്ത്വാം സർവകാമവരേശ്വരീം ധൂപോപഹാരബലിഭിः സർവകാം വരപ്രദാം നാമധേയാനി കുർവന്തി സ്ഥാനാനി തരാഭുവി ദുർഗേതി ഭദ്രകാളീതി വിജയ വൈഷ്ണവീതി ച കുമുദാ ചണ്ഡികാ കൃഷ്ണമാധവി കന്യകേതി ച മായാ നാരായണീശാനി ശാരദേത്യംബികേതി ച ഗർഭസംഘർഷണാത്തം വൈ പ്രാഹു സംഘർഷണം ഭുവി രാമേതി ലോകരമണാത് ബലം ബലവതുച്ഛ്രയാൽ സന്ദിഷ്ടൈവം ഭഗവതാ തഥേത്യോമിതി തദ്വച പ്രതിഗൃഹ്യ പരിക്രമ്യകാം ഗദാതൽ തഥാകരോൽ ഗർഭേ പ്രണീതേ ദേവക്യാ രോഹിണീം യോഗനിദ്രയാ അഹോ വിശ്രംസിതോ ഗർഭ ഇതി പൗരാ വിചുക്രുഷു ഭഗവാന് വിശ്വാത്മാ ഭക്താനാം ഭയങ്കര ആവിവേശാംശഭാഗേന മന ആനകദുന്ദുഭേ സവിഭ്രൽ പൗരുഷം ധാമ ഭ്രാജമാനോ യഥാ രവി ദുരാസദോതി ദുർധർഷോ ഭൂതാനാം സംബഭൂവഃ തതോ ജഗന്മംഗളമച്യുതാംശം സമാഹിതം ശൂരസുതേന ദേവി ദധാന സർവാത്മകമാത്മഭൂതം കാഷ്ഠായഥാനന്ദകരം മനസ്ഥ സാ ദേവകീ സർവജഗൻ നിവാസഭൂതാന്തരാം നരേയേ ഭോജേന്ദ്രഗേഹേഗ്നിശിഖേ വരുദ്ധ സരസ്വതി ജ്ഞാനഖലേ യഥാ സതീ താം വീക്ഷകം സപ്രഭയാജിതാന്തരാം വിരോചയന്തീം ഭവനം ശുചിസ്മിതാം ആഹൈഷമേ പ്രാണഹരോ ഹരിർഗുഹാം ധ്രുവം ശ്രിതോ എന്ന പുരേയം ഈദൃശി കിമദ്യ തസ്മിൻ കരണീയമാശുമേ യഥർത്ഥതന്ത്രോ വിഹന്തി വിക്രമം സ്ത്രീയാസ്വസുർഗുരുമത്യാമധോയം യശശ്രിയം ഹന്ത്യനുകാലമായു സേഷ ജീവൻ ഖലു സംവരേതോ വർത്തേതയോത്യന്ത നൃശംസിതേന ദേഹേ മൃതേതം മനുജാ ശപന്തി ഗന്ധാതമോന്ധം തനുമാനിനോ ധ്രുവം ഇതി ഘോരതമാത്ഭാവാൽ സന്നിവൃത്ത സ്വയം പ്രഭു ആസ്തേ പ്രതീക്ഷം സ്തജ്ജന്മ ഹരേർവൈരാനുബന്ധകൽ ആസീന സംവിശമസ്തിഷ്ഠൻ ഭുഞ്ജാന പര്യടൻ മഹീം ചിന്തയാനോ ഹൃഷികേശമപശ്യ തന്മയം ജഗൽ ബ്രഹ്മാഭവശ്ച തത്ര ഇത്യ മുനിഭിർനാരദാദിഭിः ദേവൈസാനുചരൈः സാകം ഗീർഭിർവൃഷണമയിടയൻ സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യമൃത സത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്നാ ഏകായനോ സൗദ്യുഫലസ്ത്രിമൂലശ്ചതൂരസ പഞ്ചവിധ ഷഡാത്മാ സപ്തത്വകഷ്ടോണവാക്ഷോ ദശച്ഛദീദ്വിഖഗോഹ്യാദിവൃക്ഷ ത്വമേകൈവാസതപ്രസൂതിസ്ത്വം സന്നിധാനം ത്വമനുഗ്രഹശ്ച ത്വന്മായയാ സംവൃതചേതസസ്ത്വാം പശ്യന്തി നാനാ ന വിപശ്ചിതോ യേ വിഭർഷിരൂപാണ്യവബോധാത്മാ ക്ഷേമായ ലോകസ്യ ചരാചരസ്യ സത്വോപപന്നാനി സുഖാവഹാനി സദാമഭദ്രാണി മുഹു ഖലാനാം ത്വയ്യംബുജാക്ഷാഖില സത്വധാംനി സമാധിനാവേശിതചേതസൈകേ ത്വൽപാദബോധേന മഹൽകൃതേന കുർവന്തി ഗോവത്സപദം ഭവാബ്ധിം സ്വയം സമുത്തീരി സുദുസ്തരം ദിവൻ ഭവാർണവം ഭീമമദഭ്ര സൗഹൃദ ഭവൽപദാംഭോരുഹനാമത്ര തേ നിധായ യാദാസദനുഗ്രഹോ ഭവാൻ അരവിന്ദാക്ഷ വിമുക്തമാന്യസ്ത്വയസ്തഭാവാദ വിശുദ്ധബുദ്ധയ ആരുഷ്യകൃഷ്ണേണ പരംപദം തഥാ പതന്ത്യധോനാദയുഷ്മദംഘ്രയ തഥാ നേ മാധവ താവകാക്വചിൽ ഭ്രശ്യന്തി മാർഗാ ത്വയി ബദ്ധ സൗഹൃദ ത്വയാഭിഗുപ്താ വിചരന്തി നിർഭയ വിനായകാനീകപമൂർധസു പ്രഭോ സത്വം വിശുദ്ധം ശ്രേയതേ ഭവാൻ സ്ഥിതൗ ശരീരിണാം ശ്രേയ ഉപായനം വപോ വേദക്രിയാ യോഗ തപസ്സമാധിഭിः തവാരുഹണയേന ജന സമീഹതേ സത്വം ന ചേദ്ധാതരിതം നിജം ഭവേൽ വിജ്ഞാനമജ്ഞാനഭിത അപമാർജനം ഗുണപ്രകാശൈരനുമീയതേ ഭവാൻ പ്രകാശത്തെ യസ്യ ചേന വാ ഗുണ നാമരൂപേ ഗുണജന്മകർമ്മഭി നിരൂപിതവ്യതവത തസ്യ സാക്ഷിണ മനോവചോഭ്യാമനുമേയവർത്മനോ ദേവക്രിയായ പ്രതിയന്ത്യഥാപി ശൃണ്വൻ ഗൃണൻ സംസ്മരയംശ്ച ചിന്തയൻ നാമാനി രൂപാണി ച മംഗളാനി തേ ക്രിയാസു യസ്ത്വച്ചരണ അരവിന്ദയോ ആവിഷ്ടചേതാന ഭവായ കൽപ്പതേ ദിഷ്ട്യാഹരേസ്യാഭവതപദോ ഭുവോ ഭാരോപനീതസ്തവ ജന്മനേശിതു ദിഷ്ട്യാങ്കിതം ത്വൽപദഗൈ സുശോഭനൈ ദ്രക്ഷ്യാമഗാം ദ്യാം ച തവാനുകമ്പിതാം നതേ ഭവസ്യേഷ ഭവസ്യ കാരണം വിനാ വിനോദം ബത തർക്കയാമഹേ ഭവോ നിരോധ സ്ഥിതിരപ്യവിദ്യയാ കൃതായതസ്ത്വയഭയാശ്രയാത്മനി മത്സ്യാശ്വകക്ഷപ നൃസിംഹ വരാഹ ഹംസ രാജന്യ വിപ്രവിബുധേഷു കൃത അവതാര ത്വംബാസിനസ്ത്രിഭുവനം ചേതാധുനേശ ഭാരം ഭുവോ ഹര യദൂത്തമാ വന്ദനം തേ ദിഷ്ട്യാംബതേ കുക്ഷികത പരപുമാനം ശേന സാക്ഷാൽ ഭഗവാൻ ഭവായന മാ ഭൂദ്ഭയം ഭോജപതേർ മുമൂർഷോ ഗോപ്തായ ദൂനാം ഭവിതാതവാത്മജ്യ ശ്രീശുക ഉവാച ഇത്യഭിഷ്ടൂയ പുരുഷം യദ്രൂപമനിതം യഥാ ബ്രഹ്മേശാനൗ പുരോധായ ദേവാ പ്രതീയുർദിവം ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹസ്യം സുഹിതായാം
ദശമസ്കന്ധേ പൂർവാർദ്ധേ ഗർഭഗത വിഷ്ണോർ ബ്രഹ്മാധികൃത സ്തുതിർനാമ ദ്വിതീയോധ്യായ. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അടുത്ത അധ്യായത്തിലാണ് ഭഗവാന്റെ തിരുവവതാരം. 5100 കൊല്ലങ്ങൾക്ക് മുൻപ്, കൃത്യമായിട്ട് പറഞ്ഞാൽ 116 തോന്നുന്നു. അടുത്ത അഷ്ടമി രോഹിണി ചിങ്ങമാസത്തിലെ ഭഗവാന്റെ ജയന്തി വരാൻ പോകുന്നത് 116 തോന്നുന്നു. 5116 കൊല്ലങ്ങൾക്ക് മുൻപ് പുണ്യ ഭാരത മാതാവിൻ്റെ മടിത്തട്ടിൽ യമുനാ തീരത്ത് ആ സർവേശ്വരനായ ഭഗവാൻ ഇത് വന്ന് അവതരിക്കുന്നതായ രംഗം. ദേവാദികളുടെ പ്രാർത്ഥന കേട്ട് ഞാനിത് വരാം എന്ന് പറഞ്ഞതനുസരിച്ച് ഭഗവാൻ പുറപ്പെടണു. ആ കൃഷ്ണാവതാരത്തിൽ അനന്തനായ തൻ്റെ മഹാശക്തിയെ ഏട്ടനായിട്ടുള്ള വേഷത്തിനായിട്ട് അയക്കണു. ദേവകി ഗർഭത്തിൽ 7ാമത് അനന്തൻ വന്ന് പ്രവേശിക്കണു. കംസൻ വന്ന് അനിയത്തിയുടെ അടുത്തെത്തിച്ചേർന്ന് നോക്കുമ്പോൾ ആ ദേവകി ആകെ തേജോമയിയായിട്ട് മാറിയിരിക്കണു. അനന്ത തേജസ് കണ്ട കംസൻ ഭ്രമിച്ചു പോയി. പിന്നെയാണ് കാവക്കാരി എന്ന് പറയുന്നത് ഇപ്പൊ തമ്പുരാട്ടിക്ക് ഗർഭമില്ല, പുണ്യം ഉണ്ടായിട്ടുമില്ല. കംസനാകെ നാരദമെന്ന് പരിഭ്രമിച്ചത് കൂടുതൽ പരിഭ്രമായി. ഇനിയിപ്പോൾ 7ാമത്തെയായിട്ട് കൂട്ടണോ 8ാമത്തെയായിട്ട് കൂട്ടണോ എന്നതായ പരിഭ്രമായി. രണ്ടുപേരെയും ജയിലിലടച്ചു. കൂരിരുട്ടിൽ മധുരാപുരിയിലെ ജയിലില് ആ വസുദേവ ദേവകിമാര് കഴിയണു. ഭഗവാൻ ഇത് അവതരിക്കാൻ തയ്യാറായും കൊണ്ട് പുറപ്പെടുന്നു. ദേവകി ഗർഭത്തുനിന്ന അനന്തനെ വസുദേവരുടെ മറ്റൊരു പത്നിയായ രോഹിണി ഗർഭത്തിലേക്ക് മാറ്റിയത് മായാ ഭഗവതിയായിരുന്നു. ഭഗവാൻ മായാദേവിയെ വിളിച്ചു പറഞ്ഞു, ഞാൻ വേഷം കെട്ടിയിട്ട് അങ്ങോട്ട് കൂടെ ഉണ്ടാവുകയുള്ളൂ, എൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വേണ്ട വെച്ചാൽ ദേവി ഒപ്പം തീരുമാനിക്കണം. കൃഷ്ണാവതാരത്തിൻ്റെ മുഴുവൻ സംവിധാനവും ദേവിയെ ഏൽപ്പിക്കുകയാണ്. ആദ്യമായിട്ട് ദേവി ചെയ്യേണ്ടത് അനന്തനെ ദേവകി ഗർഭത്തിൽ നിന്ന് രോഹിണി ഗർഭത്തിലേക്ക് മാറ്റുകയും പിന്നെ യശോദാ ഗർഭത്തിൽ പ്രവേശിക്കുകയും, ഞാനവിടെ മധുരയിൽ അവതരിക്കുമ്പോൾ തന്നെ ദേവിയും അവതരിക്കണം. നമ്മൾ രണ്ടുപേരും ഒരു വ്യത്യാസമില്ലല്ലോ. എൻ്റെ ശക്തിയാണല്ലോ ദേവി. അച്ഛൻ്റെ കൈകളിൽ ഞാൻ അങ്ങോട്ട് വരുമ്പോൾ ദേവി ഇങ്ങോട്ട് തിരിച്ചു വന്ന് കംസനെ ഒന്ന് ഭയപ്പെടുത്തിക്കൊണ്ട് പിന്നെ അവിടെ തന്നെ പരദേവതയായി വസിച്ചാൽ മതി. ഈ പച്ചപ്പരപ്പിൽ മുഴുവനും പ്രകൃതി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പരാശക്തിയായി വർദ്ധിച്ചാൽ മതി. കൃഷ്ണാവതാരം കഴിഞ്ഞ് ഞാനിങ്ങോട്ട് ഭാഗവതത്തിലേക്ക് മറഞ്ഞാലും ഭാഗവതത്തിന് മുമ്പിലേക്ക് ഓരോരുത്തരെയും കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ദേവിയെ ഏൽപ്പിക്കുകയാണ്. എല്ലാവരും ആപത്ത് വരുമ്പോൾ കൃഷ്ണ എന്ന് വിളിക്കുന്നതിനേക്കാൾ മുമ്പേ അമ്മയെന്ന് വിളിക്കുക ചെയ്യുക. അമ്മയെന്നുള്ള വിളി കേട്ട് ദേവി സർവർക്കും മാതാവായി പരാശക്തിയായി വർത്തിക്കണം. ഭക്തന്മാർ വന്ന് അങ്ങനെ നാമം ജപിച്ചുകൊണ്ടിരിക്കും. മായ, നാരായണി, ഈശാനി, ശാരദ, അംബിക, ദുർഗ, ഭദ്രകാളി എന്നിങ്ങനെ അനേക തിരുനാമങ്ങൾ ജപിച്ചുകൊണ്ട് വരുമ്പോൾ അവരുടെ സർവകാമ വരേശ്വരീം, സർവകാമങ്ങളും മോഹങ്ങളും സാധിപ്പിച്ചു കൊടുത്ത് വരതയായിട്ട് അഭയ സ്വരൂപിണിയായിട്ട് ഇവിടെ വർത്തിച്ചാൽ മതി എന്ന് ദേവിയോട് ഭഗവാൻ പറഞ്ഞതനുസരിച്ച് ആ ദേവിയാണ് ദേവകി ഗർഭത്തിൽ നിന്ന അനന്തനെ രോഹിണി ഗർഭത്തിലേക്ക് മാറ്റിയതും യശോദാ ഗർഭത്തിൽ പ്രവേശിച്ചതും. ഇവിടെ മധുരയിലാവട്ടെ ജയിലില് കൂരിരുട്ടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പോലും ആവാതെ കൊണ്ട് കഴിയുന്ന ആ വസുദേവ ദേവകിമാരുടെ പുത്രനായിട്ട് അവതരിക്കാൻ ഭഗവാൻ ആദ്യമായി വസുദേവ ഹൃദയത്തിലാണ് മിന്നിത്തിളങ്ങിയത്. ദേവകി നോക്കുമ്പോൾ വസുദേവ ഒരു തേജോമയനായിട്ട് മാറിയിരിക്കണു. ഗുരുവായൂരപ്പന്റെ ആ ദിവ്യ തേജസ് ഉള്ളിൽ വന്ന് നിറഞ്ഞപ്പോൾ വസുദേവര് ആനന്ദ നൃത്തം വയ്ക്കണു. ദേവകി ചോദിച്ചു, എന്ത് പറ്റി അങ്ങക്ക്? മാനസിക വിഭ്രാന്തി വന്നു പോയോ? ജീവിത ദുരിതങ്ങൾ അനുഭവിച്ച് എൻ്റെ ഏട്ടൻ കംസൻ ചെയ്തു കൂട്ടിയ ആ ഭീകരതയോർത്ത് മനസ്സിന് ഭ്രമം വന്നു പോയോ എന്ന് ചോദിക്കുമ്പോഴാണ് വസുദേവൻ പറയണത്, എൻ്റെ മനസ്സിൻ്റെ എല്ലാ ഭ്രമങ്ങളും തീർന്നിരിക്കുന്നു. എൻ്റെ മനസ്സിൽ ഞാൻ ഇന്നേ വരെ കാണാത്തതായ ഒരു ദിവ്യ പ്രകാശം കാണുന്നു. ആ നീലമേഘ ശ്യാമള വർണ്ണത്തെ വസുദേവര് വർണ്ണിച്ചു കേൾപ്പിച്ചു. വസുദേവരുടെ വാക്കുകളിൽ കൂടിയാണ് ജ്ഞാനസ്വരൂപനായ വേദസ്വരൂപനായ പ്രേമസ്വരൂപനായ ഭഗവാൻ ഇത് ദേവകിയുടെ ഹൃദയ ശ്രീകോവിലേക്ക് എഴുന്നള്ളിയതും പിന്നീട് ഗർഭ ശ്രീകോവില് പ്രകാശിച്ചതും. ദേവകി ഗർഭതനായി അവതരിക്കാൻ തയ്യാറായ ഭഗവാനെ സ്തുതിക്കാൻ അഷ്ടമി രോഹിണി നാളിന്റെ തലേ ദിവസം അർദ്ധരാത്രി ഇന്ദ്രാദി ബ്രഹ്മാദി ദേവന്മാരെല്ലാവരും എത്തിച്ചേർന്ന് അവരെ സ്തുതിക്കുന്നതായ സ്തോത്രമാണ് നമ്മളിപ്പോൾ കേട്ടത്. സത്യം വ്രതം സത്യപരം ത്രിസത്യം. സത്യം അവിടുന്നാണ്, പരമസത്യം
ഭഗവാൻ മാത്രമാണ്. സത്യത്തിന് മാറ്റമില്ല. മാറ്റമില്ലാത്തതായിട്ട് ഭഗവാൻ മാത്രമേ ഉള്ളൂ. മാറ്റമില്ലാത്തതായ നിത്യമായ സത്യമായ ഭഗവാന്റെ സാന്നിധ്യമാണ് ഈ ലോകത്തിന്റെ എല്ലാ മാറ്റങ്ങൾക്കും പരിണാമങ്ങൾക്കും കാരണം. ഈ ലോകത്തെ ഇത്തരത്തിലെല്ലാം മാറ്റിമറച്ചുകൊണ്ടിരിക്കുന്നതായ മാറ്റമില്ലാത്തതായ നിത്യമായ സത്യമായ അവിടുത്തെ സ്തുതിക്കണു എന്നെല്ലാം ബ്രഹ്മാവ് ഭഗവാനെ സത്യം പരം ധീമഹി എന്ന് ആരംഭിക്കുന്ന ഭാഗവതത്തിന്റെ ആ ഒരു ആശയത്തോടു കൂടി സ്തുതിക്കുമ്പോൾ ഭഗവാൻ ഒരു പക്ഷേ പുഞ്ചിരിച്ചുകൊണ്ടൊന്ന് കടാക്ഷിച്ചിട്ടുണ്ടാവാം. എന്നെക്കുറിച്ചൊന്നും പറയാനില്ലേ, ഞാൻ ഈ വേഷം കെട്ടി വരണത്തിന്റെ വേഷത്തെക്കുറിച്ചൊന്നും പറയാനില്ലേ എന്ന രീതിയിൽ ഭഗവാൻ പുഞ്ചിരിച്ചിട്ടുണ്ടാവാം. ആ പുഞ്ചിരി കണ്ടുകൊണ്ടാണ് ബ്രഹ്മാവ് പിന്നെ സ്തുതിയുടെ ഭാവം മാറ്റിയത്. ശൃണ്വൻ ഗൃണൻ സംസ്മരയമുശ്ച ചിന്തയൻ. അവിടുന്ന് അവതരിക്കുന്നത് ഭക്തന്മാർക്ക് കാണാൻ വേണ്ടിയാണ്, പാടാൻ വേണ്ടിയാണ്, കേൾക്കാൻ വേണ്ടിയാണ്, സർവേന്ദ്രിയങ്ങളെ കൊണ്ടും അവിടുത്തെ പ്രേമത്തോടു കൂടി അനുഭവിച്ചറിയാൻ വേണ്ടിയാണ്. ഭക്തവാത്സല്യമാണ് ഇത്തരം ഒരു കൃഷ്ണാവതാരം സ്വീകരിക്കാൻ കാരണം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനു മുൻപ് മത്സ്യാശ്വ കക്ഷപ നൃസിംഹ വരാഹാദികളാകുന്ന അവതാര വേഷം പലതും കെട്ടിയെങ്കിലും അതുപോലെയൊന്നുമല്ല ഈ കൃഷ്ണാവതാരം. കൃഷ്ണാവതാരത്തെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളും കാത്തിരിക്കുകയാണ്. കൃഷ്ണ കൃഷ്ണ എന്ന ആ തിരുനാമം ജപിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് സ്തുതിച്ചുകൊണ്ട് ദേവാദികളെല്ലാം മറയണു. അടുത്ത അധ്യായത്തിലാണ് ഭഗവാന്റെ അവതാരത്തിന്റെ രംഗസജ്ജീകരണം പ്രകൃതി ഒരുക്കണത്. ഈ പ്രകൃതി മുഴുവൻ ഭഗവാന്റേതായ ഒരു 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 കലയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ച കലകൾക്കെല്ലാം ആദ്യ കലാമൂർത്തിയായ ഭഗവാനെ വരവേൽക്കാൻ പ്രപഞ്ചം മുഴുവനും കാലം പരമ ശോഭനമായിരിക്കുന്നു. അഷ്ടമി രോഹിണി നാള് സുപ്രഭാതമാകുമ്പോഴേക്കും സൂര്യൻ അരുണകിരണങ്ങളുമായിട്ട് ഉദിച്ചുയർന്ന ഭൂമിയെ സുന്ദരിയാക്കിയിട്ടത് മാറ്റണു. ഭൂമിയുടെ എവിടെ ചെന്നാലും ആ സ്വച്ഛമായിട്ട് ഒഴുകുന്ന നദികളോട് കൂടിയതായ പ്രവാഹങ്ങൾ, പൂങ്കാവനങ്ങളിൽ പുഷ്പങ്ങൾ, സുഗന്ധ മന്ദമാരുതനുമായിട്ട് ഇതാ ചുറ്റും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കണു. അന്നത്തെ പകല് എന്തോ ഒരു വലിയ സംഭവം, അത്ഭുതം നടക്കാൻ പോകുന്നതായ അനുഭവം ഓരോരുത്തർക്കും ഉണ്ടായി തീർന്നു. സന്ധ്യയോടെടുത്തപ്പോഴേക്കും മന്ദം മന്ദം ജലധാരകള് പ്രകൃതിയുടെ ആനന്ദ അശ്രുക്കൾ എന്ന പോലെ പെയ്തുകൊണ്ടിരിക്കുന്നു. ആകാശത്തിൽ നക്ഷത്രങ്ങളെ ഉദിച്ചുയർന്നു കഴിഞ്ഞു. അർദ്ധരാത്രികളെടുക്കുമ്പോഴേക്കും സർവത്ര കൂരിരുട്ട് വ്യാപിച്ചതായ ആ സമയത്താണ് മധുര ജയിലില് കിഴക്ക് ചന്ദ്രോദയം എന്ന പോലെ വസുദേവ ദേവകിമാരുടെ മുമ്പിൽ ഇത് ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നത്. ചന്ദ്രൻ പ്രകൃതിയുടെ നിരന്തരമുള്ള ചലനമനുസരിച്ച് നമുക്ക് കാണാൻ പറ്റാണ്ടാവുകയാണ്. കർത്തവായി അയ്യോ ചന്ദ്രന്റെ കഥ കഴിഞ്ഞുവല്ലോ, കഥ കഴിഞ്ഞിട്ടില്ല, വീണ്ടും ചന്ദ്രൻ വീണ്ടും പ്രത്യക്ഷപ്പെടും. എന്തുപോലെ ഈശ്വരനെ കാണാൻ പറ്റാണ്ടായില്ലോ, ഈശ്വരനില്ലാണ്ടേ ആയിട്ടല്ല, നമ്മുടെ കണ്ണുകളൊക്കെ കാഴ്ച കുറവായത് കൊണ്ടാണ്, പ്രകൃതിയുടെ അനുനിമിഷമുള്ളതായ പരിണാമങ്ങളെ കൊണ്ടാണ്. എന്നാൽ ഇപ്പോൾ ഇത് എല്ലാവർക്കും കാണാൻ തക്കവണ്ണം കിഴക്ക് പൂർണ്ണചന്ദ്രൻ ഉദിച്ചുയരുന്നത് പോലെ ആ ജയിലില് ദേവകി വസുദേവന്മാരുടെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. കണ്ണഞ്ചിപ്പിക്കുന്ന ഭഗവാന്റെ ദിവ്യ സ്വരൂപത്തെ കണ്ടവരുത് കണ്ണുനീരുമായി ഭഗവാന്റെ പാദത്തിൽ നമസ്കരിച്ച് സ്തുതിക്കണു. ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ അച്ഛനമ്മമാരായിട്ട് ഇതിനു മുൻപ് 2 ജന്മം സ്വീകരിച്ചിട്ടുണ്ട്. 3ാമത്തെ ജന്മത്തിലാണ് ഞാനിപ്പോൾ പുത്രഭാവത്തിൽ വന്ന് അവതരിക്കുന്നത്. എന്നെ നിങ്ങൾക്ക് പുത്രനായിട്ടും വാത്സല്യിക്കാം, ഈശ്വരനാണ് എന്നുള്ളതായ ബോധം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ ഈശ്വരനാണെന്നൊന്നും അറിയാണ്ട് എന്നെ വാത്സല്യിക്കാൻ മോഹിക്കുന്ന അച്ഛനമ്മമാര് ആ യമുനയുടെ മറുകരയില് കാത്തിരിക്കുകയാണ്. ആ നന്ദഗൃഹത്തിലേക്ക് യശോദ അമ്മയുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോയിട്ട് കിടത്തണം. അവിടെ അവതരിച്ച് മായാഭഗവതിയെ തിരിച്ചു കൊണ്ടുവരണം. ആ അമ്പാടിയിലും വൃന്ദാവനത്തിലുമായിട്ടൊരു പന്തീരാണ്ട് ഉണ്ണിയായി ഓടക്കുഴലും വിളിച്ച് ഗോപികമാരുമായി ആടിപ്പാടി കളിച്ച് പശുക്കളെയും മേച്ച് കാളിന്തിയിൽ നീന്തി കളിച്ച് ഞാനിത് പന്തീരാണ്ട് ഉണ്ണിയായിട്ടുള്ള കാലം കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. പിന്നെ മധുരയിലായിട്ടും ദ്വാരകയിലായിട്ടും നിങ്ങളോടൊപ്പം ഒരു 100 നൂറ്റാണ്ടിലധികം ഉണ്ടാവും എന്നെല്ലാം പറഞ്ഞ് ഭഗവാൻ ആ വൈഷ്ണവ സ്വരൂപങ്ങളെ മറച്ച് ഒരു നീലമേഘ ശ്യാമള വർണ്ണനായിട്ട് ഉണ്ണിയായിട്ട് മാറണു. വസുദേവര് മാറോട് ചേർത്തെടുക്കണു. ദേവകി ഒന്നുകൂടി മേടിച്ചുമ്മ വെച്ച് അമ്മിഞ്ഞ കൊടുത്ത് ഇത് വസുദേവരുടെ കൈകളിൽ ഏൽപ്പിക്കണു. വസുദേവർ ഉണ്ണിയെയും കൊണ്ട് പുറത്തേക്ക് കിടക്കുമ്പോഴേക്കും വാതിലുകൾ താനേ തുറക്കണു, ചങ്ങലകൾ താനേ അഴിയണു. പ്രകൃതിയുടെ ആനന്ദാശ്രുക്കൾ ഭഗവാൻ ശിരസിലൊന്നും വീഴാണ്ടിരിക്കാൻ അനന്തൻ കൊടയുമായിട്ട് വരണു. കുത്തിയൊഴുകി വരുന്നതായ യമുന മതിൽ കെട്ടിയതുപോലെ 2 ഭാഗത്തേക്ക് മാറി നിൽക്കണു. യമുനയുടെ മറുകരയിലെത്തി ആ നന്ദഗൃഹത്തിൽ ആ നീലബാലനെ കടത്തി ആ തങ്കവർണ്ണ സ്വരൂപിണിയായ ദേവിയെ
മറോട് ചേർത്തെടുത്ത് വസുദേവൻ ഇതാ തിരിച്ചു വരണു. ജയിലിലെത്തി ദേവകിയുടെ കൈകളില്ല ദേവിയെ ഏൽപ്പിക്കുന്നത് വരെയാണ് അടുത്ത അധ്യായത്തിലെ അവതാര രംഗം. പിന്നെ ദേവി മഹാത്മ്യൊക്കെ പിന്നത്തെ അധ്യായത്തിലാണ്. നന്ദകുമാരനായി ഭഗവാന്റെ ലീലകള് പിന്നീട് ആരംഭിക്കുന്നു. പൂതന മോക്ഷാദികളാകുന്ന ബാലലീലകള് തുടങ്ങിയതായ കഥകളൊക്കെയാണ് പിന്നീട്. ഇന്ന് മുഖകൃഷ്ണാവതാരം വായിച്ച് അടുത്ത അധ്യായത്തോടു കൂടി വായിച്ച് സമർപ്പിക്കാം. പിന്നെ കുറച്ചു നേരം ഭഗവാന്റെ മുമ്പിൽ നിവേദ്യാദികളൊക്കെ സമർപ്പിച്ച് പ്രസാദം കഴിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും ഭഗവാൻ ഇഷ്ടമായിട്ടുള്ള നിവേദ്യം നാമം ജപിക്കുക എന്നുള്ളതാണ്, ഭജന പാടുക എന്നുള്ളതാണ്. അതും സങ്കീർത്തനായിട്ടാണ് വെച്ചാൽ നല്ല രാഗ താള മേളങ്ങളോട് കൂടിയിട്ടാണ് വെച്ചാൽ ഭഗവാനും കൂടി ഒപ്പം വന്നിട്ട് നൃത്തം വയ്ക്കും. അങ്ങനെയാണ് ഭഗവാന്റെ ഒരു ലീല. അത്തരത്തിൽ കൃഷ്ണാവതാരത്തിന് ശേഷം കുറച്ച് ഭജനയൊക്കെ പാടിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു സത്സംഗം സമർപ്പിക്കാം. ഉണ്ണികൃഷ്ണനെ നമുക്ക് നമ്മുടെയൊക്കെ ഹൃദയത്തിലേക്കും ആവാഹിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. അഥ തൃതീയോധ്യായ ശ്രീശുക ഉവാച അഥ സർവഗുണോപേത കാല പരമശോഭന യർഹ്യേവാജനജന്മർക്ഷം ശാന്തർക്ഷഗ്രഹതാരകം ദിശപ്രസേദുർഗഗനം നിർമ്മലോടുഗണോദയം മഹീമംഗളഭൂയിഷ്ഠപുരഗ്രാമൗർജാകര നദ്യ പ്രസന്നസലിലാ ഹൃദാജലരുഹശ്രിയ ദ്വിജാളികുലസന്നാദസ്തപകാവനരാജയ വവൗ വായുസുഖസ്പരുഷ പുണ്യഗന്ധവഃ ശുചി അഗ്നയശ്ച ദ്വിജാതീനാം ശാന്താസ്തത്ര സമിന്ധത മനാംസ്യാസൻ പ്രസന്നാനി സാധൂനാമസുരദ്രുഹാം ജായമാനേ ജനേ തസ്മിന്നേ ദുർദുന്ദുഭയോ ദിവി യഗുക്കിന്നരഗന്ധർവാസ്തുഷ്ടുഃ സിദ്ധചാരണാ വിദ്യാധര്യശ്ച നനൃതുരപ്സരോഭിः സമം തദ് മുമുചുർമുനയോ ദേവാ സുമനാംസി മുദാന്വിതാ മന്ദം മന്ദം ജലധരാജഗർജുരനുസാഗരം നിശീഥേതമൗത്ഭൂതേ ജായമാനേ ജനാർദ്ദനെ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയ ആവിരാസീദ്യഥാ പ്രാച്യാം ദിശീന്ദുരിവ പുഷ്കല. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ 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 നാരായണ. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കുട്ടികളുടെ ഇടയിലേക്കാണ് ഭഗവാൻ ഇറങ്ങി വരിക. കളിക്കാനൊരു കൂട്ടുകാരനും കൂടിയാവുകയാണ്. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. തമത്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖഗദാര്യുധായുധം ശ്രീവത്സലക്ഷ്മംഗളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോദ സൗഭഗം മഹാരഹവൈഡൂര്യ കിരീടകുണ്ടലത്യുഷാ പരിഷ്വക്ത സഹസ്രകുന്തളം ഉദ്ദാമകാഞ്ജംഗത കങ്കണാദിഭിः വിരോചമാനം വസുദേവ ഐക്ഷത. ഗോവിന്ദ ഗോവിന്ദ. സവിസ്മയോത്ഫുല്ല വിലോചനോ ഹരിം സുതം വിലോക്യ ആനകദുന്ദുഭിസ്തദ് കൃഷ്ണാവതാരോത്സവ സംഭ്രമോ സ്പൃശൻ മുദ്രാദ്വിജേഭ്യോ യുതമാപ്ലുതോ ഗവാം അഥൈനമസ്തൗദവധാര്യ പൂരുഷം പരം നദാംഗ കൃതധീ കൃതാഞ്ജലി സ്വരോജിഷാ ഭാരത സൂതികാഗൃഹം വിരോചയന്തം ഗതഭീ പ്രഭാവവിൽ. വസുദേവ ഉവാച വിദിതോസി ഭവാൻ സാക്ഷാൽ പുരുഷ പ്രകൃതേ പര കേവല അനുഭവാനന്ദ സ്വരൂപ സർവബുദ്ധിദൃക് സയേവ സ്വപ്രകൃത്യേദം സൃഷ്ട്വാഗ്രേ ത്രിഗുണാത്മകം തദനുത്വം ഹ്യപ്രവിഷ്ട പ്രവിഷ്ടൈവ ഭാവ്യസേ യഥേമേ വികൃതാ ഭാവാസ്തഥാ തേ വികൃതൈഃ സഹ നാനാവീര്യ പൃഥഗ്ഭൂത വിരാജം ജനയന്തി സന്നിപത്യ സമുൽപാദ്യ ദൃശ്യന്തെ അനുഗതാ ഇവ പ്രാഗേവ വിദ്യമാനത്വാന്ന തേഷാമിഹ സംഭവ ഏവം ഭവാൻ ബുദ്ധ്യനുമേയ ലക്ഷണൈർ ഗ്രാഹ്യൈർ ഗുണൈഃ സന്നപി തദ്ഗുണാഗ്രഹ അനാവൃതത്വാത് ബഹിരന്തരന്നതേ
സർവസ്യ സർവാത്മന ആത്മവസ്തുന സാത്മനോ യാത്മനോ ദൃശ്യഗുണേഷു സന്നിധി വ്യവസ്യതേ സ്വവ്യതിരേകതോ ബുധ വിനാനുവാദം ന തന്മനീഷിതം സമ്യക് യതസ്ത്യക്തമുപാദതൽ പുമാൻ ത്വത്തോസ്യ ജന്മസ്ഥിതി സംയമാൻ വിഭോ വദന്ത്യനീഹാദ ഗുണാദ വിക്രിയാൽ ത്വയീശ്വരേ ബ്രഹ്മണിനോ വിരുദ്ധ്യതേ ത്വദാശ്രയത്വാദുപചര്യതേ ഗുണൈ സത്വം ത്രിലോകസ്ഥിതയേ സ്വമായയാ വിഭർഷി ശുക്ലം ഖലു വർണ്ണമാത്മന സർഗായ രക്തം രജസോപബൃംഹിതം കൃഷ്ണം ച വർണ്ണം തമസാ ജനാത്യയേ ത്വമസ്യ ലോകസ്യ വിഭോരിരക്ഷിഷുർഗൃഹേവതീർണോസി മമ അഖിലേശ്വര രാജന്യ സംജ്ഞാസുരകോടി യൂഥപൈർനിർവ്യൂഹ്യമാന നിഹനിഷ്യസേചമോ അയം തു സഭ്യസ്തവ ജന്മനൗ ഗൃഹേ ശ്രുത്വാഗ്രജാം സ്തേന്യവധിൽ സുരേശ്വര സദേവതാരം പുരുഷൈ സമർപ്പിതം ശ്രുത്വാധുനൈവാഭിസരത്യുദായുധ ശ്രീശുക ഉവാച അഥൈനമാത്മജം വീക്ഷ്യ മഹാപുരുഷലക്ഷണം ദേവഗീതമുപാധാവൽ കംസാദ്ഭീതാ ശുചിസ്മിത ദേവക്യുവാച രൂപം യത്തൽ പ്രാഹുരവ്യക്തമാദ്യം ബ്രഹ്മജ്യോതിർനിർഗുണം നിർവികാരം സത്താമാത്രം നിർവിശേഷം നിരീഹം സത്വം സാക്ഷാൽ വിഷ്ണുരധ്യാത്മദീപ നഷ്ടേ ലോകേ ദ്വിപരാർദ്ധാവസാനേ മഹാഭൂതേഷ്വാദിഭൂതംഗതേഷു വ്യക്തേ വ്യക്തം കാലവേഗേന യാതേ ഭവാനേക ശിഷ്യത്തെ ശേഷസംജ്ഞ യോയം കാലസ്തസ്യ ദൈവ്യകതബന്ധോ ചേഷ്ടാമാഹുശ്ചേഷ്ടതയേന വിശ്വം നിമേഷാതിർവത്സരാന്തോ മഹീയാം സ്തം ത്വേശാനം ക്ഷേമധാമ പ്രപദ്യേ മർത്യോ മൃത്യുവ്യാളഭീതപലായൻ ലോകാൻ സർവാൻ നിർഭയം നാധ്യഗച്ഛൽ ത്വൽപാദാബ്ജം പ്രാപ്യ ദൃച്ഛയാദ്യ സ്വസ്ഥശേതേ മൃത്യുരസ്മാദഭൈതി സത്വം ഘോരാദുഗ്രസേനാത്മജാന്നസ്ത്രാഹി ത്രസ്താൻ ഭൃത്യവിത്രാസഹാസി രൂപം ചേദം പൗരുഷം ധ്യാനധിഷ്ണ്യം മാ പ്രത്യക്ഷം മാംസദൃശാം കൃഷിഷ്ഠ ജന്മതേ മയ്യസൗ പാപോ മാ വിദ്യാൻ മധുസൂദന സമുദ്വിജേ ഭവദ്ധേതോ കംസാദഹമധീരധീഹി ഉപസംഹര വിശ്വാത്മന്നദൂരൂപമലൗകികം ശംഖചക്രഗദാപത്മശ്രിയാജുഷ്ടം ചതുർഭുജം വിശ്വയ്യതേതൽ സ്വതനോദിശാന്തേ യഥാവകാശം പുരുഷ പരോ ഭവാൻ വിഭർത്തി സോയം മമ ഗർഭഗോ ഭൂൽ അഹോ നിർലോകസ്യ വിഡംബനം ഹിതൽ ശ്രീഭഗവാനുവാച ത്വമേവാ പൂർവസർഗേ ഭൂ പ്രശ്നി സ്വായംഭുവേ സതി തദായം സുതപാനാമ പ്രജാപതിരകൽമഷ യുവാം വൈ ബ്രഹ്മണാദിഷ്ടൗ പ്രജാസർഗേ യഥാ തഥാ സന്നിയമ്യേന്ദ്രിയഗ്രാമം തേ പാഥേ പരമന്തപ വർഷവാതാതപഹിമഘർമകാലഗുണാനനു സഹമാനൗ ശ്വാസരോധമിനിർധൂതമനോമലൗ ശീർണവർണ്ണാനിലാഹാരാ ഉപശാന്തേന ചേതസാ മത്താക്കാമാനഭീപ്സന്തൗ മദാരാധനമിഹതോ ഏവം വാം തപ്യതോസ്തീവ്രം തപ പരമദുഷ്കരം ദിവ്യവർഷ സഹസ്രാണി ദ്വാദശേയുർമദ ആത്മനോ തദാവാം പരിതുഷ്ടോഹമനാവുഷാനഘേ തപസാ ശ്രദ്ധയാ നിത്യം ഭക്തിയാ ച ഹൃദി ഭാവിത പ്രാദുരാസം വരദരാട്യുവയോ കാമദിൽസയ വ്രിയതാം വര ഇത്യുക്തേ മാദൃശോ വാ മൃതസ്സുത അജുഷ്ടഗ്രാമി വിഷയാവനപത്യോ ച ദമ്പതി നവോറാഥേപവർഗം മേ മോഹിതൗ മമ മായേയ ഗതയമ യുവാം ലബ്ധ്വാ വരം വത്സദൃശം സുതം ഗ്രാമ്യാൻ ഭോഗാൻ ഭുഞ്ജാഥാം യുവാം പ്രാപ്ത മനോരഥൗ അദൃഷ്ട്വാ അന്യതം ലോകേ ശീല ഉദാര്യഗുണൈ സമം അഹം സുതോ വാമഭവം വൃഷ്ണിഗർഭൈതി ശ്രുത തയോർവാം പുനരേവാഹമദിത്യാമാസ കശ്യപാൽ ഉപേന്ദ്രൈതി വിഖ്യാതോ വാമനത്വാച്ച വാമന തൃതീയേസ്മിൻ ഭവേഹം വൈതേനൈയോ വപുഷാഥവാം യാതോ ഭൂയസ്തയോരേവ സത്യം മേ വ്യാഹൃതം സതി ഏതദ്വാം ദർശിതം രൂപം പ്രാഗ്ജന്മസ്മരണായ മേ നാന്യഥാമത്ഭവം ജ്ഞാനം മർത്യലിംഗേന ജായതേ യുവാം മാം പുത്രഭാവേന ബ്രഹ്മഭാവേന ചാസകൃൽ ചിന്തയന്തൗ കൃതസ്നേഹൗ യാസ്യഥേമൽ ഗതിം പരാം ശ്രീശുക ഉവാച ഇത്യുക്തവാസി ധരിസ്തൂഷ്ണീം ഭഗവാൻ ആത്മമായയാ പിത്രോ സംപശ്യതോ സദ്യോ ബഭൂവ പ്രാകൃത ശിശു തതശൗരിർഭഗവൽ പ്രചോദിത സുതം സമാദായ സസൂതികാഗൃഹാൽ യദാ ബഹിർഗന്തുമീഷ തർഹ്യജ്യ യാ യോഗമായ ആജനി നന്ദജയായിട്ട് നന്ദകുമാരിയായിട്ട് യശോദ കിശോരിയായിട്ട് ഭഗവാൻ അവതരിക്കണം. അതേ സമയത്ത് തന്നെ ഗോകുലത്തിൽ ദേവിയും അവതരിച്ചു എന്ന് പറയാണ്. തതശ്ച ശൗര്യർ ഭഗവൽ പ്രചോദിത സുതം സമാദായ സൂതികാഗൃഹാൽ യദാ ബഹിർഗന്തുമീഷ തർഹ്യജ്യ യാ യോഗമായ ആജനി നന്ദജയായ തയാ ഹൃതപ്രത്യേ സർവവൃത്തിഷു ദ്വാസ്ഥേഷു പൗരേഷു വിശായിതേഷു ദ്വാരസ്തു സർവാഭിഹിതാ ദുരത്തേയ ബൃഹൽകവാടായ സനീല ശൃംഖലൈ താ കൃഷ്ണവാഹേ വസുദേവ ആഗതേ സ്വയം വിപര്യന്ത യഥാ തമോരവേ വവൻഷപർജന്യുപാംശുകർജിത ശേഷവന്നോഗാദ്വാരി ദിവാരയൻ ഭണൈ മഘോനുവർഷത്യ സകൃത്യമാനുജാ ഗംഭീരതോ യൗഹജവോർമിഭേനില
ഭയാനകാവർ സദാകുലാനദീ മാർഗം ദദൗ സിന്ധുരിവ ശ്രിയപ്പതേ നന്ദവ്രജം ശൗര്യുപേത്യ തത്രതാൻ ഗോപാൻ പശുപതാനുപലഭ്യ നിദ്രയ സുതം യശോദാശയനേ നിധായതൽ സുതാമുപാദായ പുനർഗൃഹാനഗാൽ ദേവക്യാശയനേന്യസ്യ വസുദേവോऽഥ ദാരികാം പ്രതിമുച്യ പദോർലോഹമാസ്തേ പൂർവോദാവൃത യശോദാനന്ദപത്നീ ച ജാതം പരമബുദ്ധ്യത നതല്ലിംഗം പരിശ്രാന്ത നിദ്രയാപഗത സ്മൃതി. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹസ്യം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ കൃഷ്ണജന്മനി തൃതീയോധ്യായ. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണലീലകള് വളരെ വിസ്തരിച്ച് 90 അധ്യായങ്ങളായിട്ട് ഇവിടെ പ്രതിപാദിച്ചതും 11-ാം സ്കന്ധത്തിലെ ഭഗവാന്റെ തന്നെ അമൃത മൊഴികളാകുന്ന ഉപദേശങ്ങളും 12-ാം സ്കന്ധത്തിൽ ആശ്രയിക്കേണ്ടത് ഭഗവാനെ തന്നെയാണ് എന്നുള്ളതായ ആശ്രയം എന്നുള്ളതായ ലക്ഷണവും നാളെ നമുക്ക് ചുരുക്കത്തിലൊന്ന് ചിന്തിക്കാം. ഇനി ഇവിടെ ഉണ്ണികൃഷ്ണനായി നമ്മളോടൊപ്പം വന്ന അമേരിക്കയിലും ഞാനിത് എത്തിച്ചേർന്നിരിക്കണോ. കുട്ടികൾ കുറേ ഇവിടെ ഉണ്ടല്ലോ. ഏതായാലും കുട്ടികളുടെ കൂടെയാണ് ഭഗവാന് കൂടാൻ കൂടുതൽ ഇഷ്ടം. കുട്ടികളോടൊപ്പം കുട്ടികൾക്ക് എല്ലാവർക്കും അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊക്കെ കുട്ടികളാണ്. ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നമ്മളൊക്കെ വളരെ ചെറിയ കുട്ടികളാണ്. ഒന്നും അറിയാത്തവരും എന്തൊക്കെയോ അറിയുമെന്ന് അഹങ്കരിക്കുന്നവരൊക്കെയാണ്. ആ രീതിയിലുള്ള ബാലഭാവത്തിൽ നമ്മളെല്ലാവരുടെയും കൂടെ ഭഗവാൻ ഇതാവുന്ന ബാലകൃഷ്ണ സ്വരൂപത്തിൽ ലീലകളാടാൻ തീരുമാനിച്ചിരിക്കുന്നു. കുട്ടികളോടൊപ്പം കുട്ടികളിൽ ഒരാളായി ഉണ്ണികൃഷ്ണനായി മാറുന്ന ഭഗവാനോടൊപ്പം നമുക്കും സ്വല്പം നേരം ഒരു ഭജനയൊക്കെ പാടാം. എൻ്റെ പ്രഭാഷണം നീണ്ടുന്നുണ്ട്. 1 മണി കഴിഞ്ഞു. ഇപ്പോൾ 4 മിനിറ്റിൽ കുറച്ച് നേരം നമുക്ക് ഉച്ചയ്ക്കുള്ള അമൃത ഭോജനത്തിന് മുൻപായിട്ട് പാടാം. കുട്ടികൾ എല്ലാവരും പാട്ടൊക്കെ പഠിക്കുന്നവരും പഠനവരുമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനിനി കുറച്ച് നേരം നിങ്ങളുടെ ആ രസകരമായ സങ്കീർത്തനം കേൾക്കട്ടെ. നിങ്ങൾ ഭജന തനിക്കുള്ളൂ. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. Study